ഹായ്. അപ്പൊ നമ്മള് സിവിലൈസേഷനെ കുറിച്ചായിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു. ഈജിപ്ഷ്യൻ നാഗരികത എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമുക്ക് അടുത്ത മൊഡ്യൂൾ തുടങ്ങാം. അന്നേരം എന്തായിരുന്നു? മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈജിപ്ഷ്യൻ കഴിഞ്ഞു, അടുത്തത് മെസപ്പൊട്ടാമിയൻ നാഗരികതയെ കുറിച്ച് പറയാം. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന നഗരം ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു നാഗരികതയുടെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിനോടൊപ്പം തന്നെ അതിലെ പ്രധാനപ്പെട്ട വംശങ്ങളായിട്ടുള്ള സുമേറിയ, ബാബിലോണിയ, അക്കാഡമിയ, അങ്ങനെ കുറെ എന്താ പറയുക ഡെവലപ്മെന്റ്സ്, ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു നോക്കാം. യൂണിറ്റ് 1 പറയുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അപ്പൊ നമ്മൾ പറഞ്ഞു മെസപ്പൊട്ടാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? സുമേറിയൻസ് ഉണ്ട്, ബാബിലോൺസ് ഉണ്ട്, ദെൻ ഷാൽഡിയൻസ് ഉണ്ട്, അക്കാഡമിയൻസ് ഉണ്ട്, അങ്ങനെ അസീറിയൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളോ ഒരുപാട് വംശങ്ങളോ ഒക്കെ അവിടെ ഭരിച്ചു പോകുന്നുണ്ട്. ഇനി നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പറയുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എല്ലാ സിവിലൈസേഷനും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു കോമൺ ഫോർമാറ്റ്? ഒരു നദീതട സംസ്കാരങ്ങളായിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു നദീതടങ്ങളെ റിലേറ്റ് ചെയ്തിട്ട്, ഒരു റിവർ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ നാഗരികതകളുടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനും യൂഫ്രട്ടീസ് എന്നും ടൈഗ്രിസ് എന്നും പറഞ്ഞ നദികളെ ആശ്രയിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സംസ്കാരമാണ് യൂഫ്രട്ടീസും ടൈഗ്രിസും. ഈ രണ്ട് നദികളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ തന്നെ ആൻഷ്യന്റ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു പഠനം നോക്കാം. അപ്പൊ നമുക്കറിയാം മനുഷ്യൻ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുക എന്നൊരു സിസ്റ്റം തുടങ്ങിയിട്ട് ആ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രദേശം തന്നെയാണ് മെസപ്പൊട്ടാമിയ എന്ന് പറയുന്നത്. മനുഷ്യന്റെ സെറ്റിൽഡ് പാറ്റേൺ ഓഫ് ലിവിങ്, ഒരിടത്ത് താമസിക്കുക, സെറ്റിൽ ചെയ്ത് താമസിക്കുക എന്നൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നത് മെസപ്പൊട്ടാമിയയിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ലോകത്ത് തന്നെ ആ ഒരു മാറ്റം മെസപ്പൊട്ടാമിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി മെസപ്പൊട്ടാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രീക്ക് വേർഡുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് മെസപ്പൊട്ടാമിയ. ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള മെസോസും പൊട്ടാമോസും. എന്താണ്? മെസോസ് ആൻഡ് പൊട്ടാമോസ്. മെസോസ് എന്ന് വെച്ചാൽ മിഡിൽ എന്നാണ് അർത്ഥം വരുന്നത്. പൊട്ടാമോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മെസപ്പൊട്ടാമിയ എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികളുടെ ഇടയിലുള്ള സ്ഥലം, അതാണ് മെസപ്പൊട്ടാമിയ. ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്. ഇതിനെ പറയുന്ന ഏൻഷ്യൻ മെസപ്പൊട്ടാമിയനെ, പ്രാചീന മെസപ്പൊട്ടാമിയനെ പറയുന്ന വേറൊരു പേരാണ് ദ ഫെർട്ടൈൽ ക്രസന്റ്. എന്താണ്? ഫെർട്ടൈൽ ക്രസന്റ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നത്? ഹൈ ഫെർട്ടിലിറ്റി സോയിൽ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തീരത്ത് ഒരു നാഗരികത ഫോം ചെയ്ത് വന്നത്. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സോയിൽ ഡെപ്പോസിറ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെയായിരുന്നു ആ രണ്ട് റിവേഴ്സ് എന്ന് പറഞ്ഞു? യൂഫ്രട്ടീസും ടൈഗ്രിസും. ഇനി എവിടെയാണ് മെസപ്പൊട്ടാമിയ? ഇന്നത്തെ ഇറാഖ്, കുവൈറ്റ്, ഇറാൻ, ആ ഒരു മേഖലയിലാണ് മെസപ്പൊട്ടാമിയ. ഇന്നത്തെ ഇറാഖ്, ഇറാൻ, കുവൈറ്റ് മേഖലയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫെർട്ടൈൽ സോയിൽ ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് മിനറൽസ് ഒന്ന് അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെയാണ് റിച്ച് ആയിട്ടുള്ള ഒരു സോയിൽ, ഫെർട്ടൈൽ സോയിൽ വരുന്നത്. ഇനി നമുക്ക് മെസപ്പൊട്ടാമിയയുടെ ഒരു ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ആയിട്ട്, അതായത് വടക്ക് പടിഞ്ഞാറ് മേഖല ടൗറസ് മൗണ്ടെയ്ൻസ് ആണുള്ളത്. നോർത്ത് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് എൽബൂസ് മൗണ്ടെയ്ൻസ് ആണുള്ളത്. സാഗ്രോസ് മൗണ്ടെയ്ൻസ് ആണ് ഈസ്റ്റില്, കിഴക്ക് ഭാഗത്ത് സാഗ്രോസ് മൗണ്ടെയ്ൻസ് ആണ്. പിന്നെ മെഡിറ്ററേനിയൻ സീ. ഇങ്ങനെ ചുറ്റപ്പെട്ടിട്ടുള്ള, അതായത് പുറത്തുനിന്നൊരു അറ്റാക്ക് വരാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് മെസപ്പൊട്ടാമിയക്കും ഉള്ളത്. ഇനി നമുക്ക് ഈ മെസപ്പൊട്ടാമിയനെ കുറിച്ച് ഇത്ര അധികം ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് അവരുടെ ലിപിയിൽ നിന്ന്, അവർ എഴുതി വെച്ചിട്ടുള്ള എഴുത്തുകളിൽ നിന്നാണ് നമുക്ക് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. അവരുടെ ലിപി ക്യൂണിഫോം ലിപി കുറെ ടാബ്ലറ്റുകളായിട്ട് അവരിന്ന് മോഡൽ ക്ലേ ടാബ്ലറ്റുകളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, എക്സ്കവേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. 19th സെഞ്ചുറിയിൽ ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലേ ടാബ്ലറ്റ്സിൽ നിന്നാണ്, ക്യൂണിഫോം ലിപിയിൽ നിന്നാണ് അവരുടെ സംസ്കാരവും അവരുടെ രാജവംശത്തിനെ കുറിച്ചും മെയിൻ സെന്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള അറിവുകൾ ലഭിക്കുന്നത്. അപ്പൊ ഇനി ഈ ആദ്യത്തെ ഈ ഒരു സിവിലൈസേഷന്, മെസപ്പൊട്ടാമിയയുടെ ആദ്യ കാലഘട്ടത്തിന് സുമേറിയൻ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്.
ഈ സുമേറിയൻ സിവിലൈസേഷൻ ആണ് മനുഷ്യവംശത്തിന്റെ തന്നെ ആദ്യത്തെ സിവിലൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. സുമേറിയൻ സിവിലൈസേഷൻ ഇസ് ദ ഫസ്റ്റ് സിവിലൈസേഷൻ ഓഫ് മാൻകൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സിവിലൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ആദ്യമായിട്ട് മനുഷ്യൻ ജീവിച്ച സ്ഥലം എന്നല്ല പറയുന്നത്, സിവിലൈസേഷൻ നടന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആ ഹിസ്റ്ററിയുടെ ആസ്പെക്റ്റിൽ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ ഫസ്റ്റ് സിവിലൈസേഷൻ നടന്നത് സുമേറിയൻ സിവിലൈസേഷൻ ആയിരുന്നു. ഈ സുമേറിയൻ സിവിലൈസേഷൻ പിന്നീട് അക്കാഡിയൻസ് എന്ന് പറയുന്ന ഒരു സിവിലൈസേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സുമേറിയൻ സിവിലൈസേഷനെ മറികടന്നുകൊണ്ട് എക്കാഡിയൻസ് വരികയാണ്. എക്കാഡിയൻസിനെ കോൺക്വർ ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് എമോറൈറ്റ്സ് എന്ന് പറയുന്നൊരു കേന്ദ്രം വരികയാണ്. എമോറൈറ്റ്സ് പിന്നീട് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ട് ബാബിലോൺ എന്ന് പറയുന്ന പുതിയൊരു സെന്റർ വരികയാണ്. ബാബിലോൺ ഒരു പ്രധാനപ്പെട്ട സെന്റർ ആയിട്ട് വരികയാണ്. 1595 BC-യിൽ 1595 BC-യിൽ ഹിറ്റൈറ്റ്സ് ബാബിലോൺ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ബാബിലോണിന് ശേഷം പിന്നെ കാസിറ്റ്സ് എന്ന് പറയുന്ന പുതിയൊരു റീജിയൻ വരികയാണ്. ഒരു ഇൻവേഷൻ ഓഫ് കാസിറ്റ്സ് വരികയാണ്. കാസിറ്റ്സിന് ശേഷം അസീറിയൻസ് വരികയാണ്. അസീറിയൻസിന്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അസീറിയൻസിന് കൂടെ തന്നെ ഷാൽഡിയൻസ് വരികയാണ്. ഷാൽഡിയൻസിലൊക്കെ ഒരു പ്രധാനപ്പെട്ട റൂളറാണ് നെബുചാഡ്നെസ്സർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. നെബുചാഡ്നെസ്സർ എന്ന് പറയും, നെബുഷാഡ്നെസ്സർ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന പേരുകൾ. നെബുഷാഡ്നെസ്സർ സെക്കൻഡ്. ഇനി ബാബിലോണിലെ ഒരു പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ഹമ്മുറാബി. ഹമ്മുറാബിയുടെ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന നിയമരീതി എന്ന് പറഞ്ഞാൽ പണ്ട് ഹമ്മുറാബി കൊണ്ടുവന്നിട്ടുള്ള നിയമരീതിയാണ്. അപ്പൊ ബാബിലോണിന്റെ ഹമ്മുറാബി നിയമരീതികൾ ഇതൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ഈ ഒരു സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ പറയും സെമേറിയനെ മറികടന്നുകൊണ്ട് അക്കാഡിയൻസ് വന്നു, ദെൻ എമോറൈറ്റ്സ് വന്നു. എമോറൈറ്റ്സിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ ബാബിലോൺ പ്രധാന കേന്ദ്രമായിട്ട് വന്നു. ബാബിലോണിനെ ഹിറ്റൈറ്റ്സ് അറ്റാക്ക് ചെയ്തു. ഹിറ്റൈറ്റ്സ് ബാബിലോൺ കീഴടക്കി. ദെൻ അതിനുശേഷം വന്നാണ് കാസിറ്റസിന് ശേഷം ഷാൽഡിയൻസ് വന്നു. അങ്ങനെ ഒരുപാട് വംശങ്ങൾ വന്നു പോകുന്നുണ്ട്. ഒരു 538 BC വരെയുള്ള ഒരു ചരിത്രം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുമേറിയയുടെ ഇത് തുടങ്ങുന്നത് ഒരു 5000 BC കാലഘട്ടത്തിൽ തുടങ്ങുന്നുണ്ട് അവർ ഹിസ്റ്ററി. അതൊരു 535 BC വരെ, ഒരു 6th century BC 5th century BC ഒക്കെ വരെ ഇവരുടെ ഹിസ്റ്ററി നമുക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവരുടെ ഒരു എക്കണോമിക് രീതി എടുത്തു നോക്കുകയാണെങ്കിൽ ഫിഷിംഗ്, ഫാമിംഗ് പ്രധാനമായിട്ടും ഇവരുടെ തൊഴിലായിരുന്നു. ഫിഷിങ്ങും ഫാമിങ്ങും അതൊരു പ്രധാന എക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്തൊക്കെയായിരുന്നു? ബാർലി ഉണ്ടായിരുന്നു, പിന്നെ വിവിധങ്ങളായിട്ടുള്ള പീസ് പയർവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു, ദെൻ ഗ്രേപ്സ് മുന്തിരി, അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട കൃഷികളായിരുന്നു. ദെൻ മെസപ്പൊട്ടാമിയ ഫിഷിങ്ങും ഫാർമിങ്ങിനും ഒരേ സമയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും മെസപ്പൊട്ടാമിയന്റെ ആദ്യത്തെ സെറ്റിലേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഒറിജിനൽ ആയിട്ടുള്ള സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ടുള്ളവർ അവർ ഹണ്ടിങ് ഗ്യാതറിങ് തന്നെ ചെയ്തിരുന്നവരാണ്. വേട്ടയാടി ഇരയെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു. അവരിൽ നിന്നാണ് പിന്നീട് ഇവരെ തന്നെയാണ് സുമേറിയൻസ് എന്ന് പറയുന്നത്. ഈ ഹണ്ടിങ് ഗ്യാതറിങ് ചെയ്ത് ജീവിച്ചിരുന്ന വിഭാഗത്തെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുമേറിയൻ വംശം എന്ന് പറയുന്നത്. ഈ സുമേറിയൻ വംശം പിന്നീട് കുറച്ചും കൂടെ അർബൻ പോപ്പുലേഷനും അതേസമയം റൂറൽ ആയിട്ടുള്ള സെന്ററും ആയിട്ട് നിലനിന്നത്. 2000 BC ഒക്കെ ആവുമ്പോൾ അർബൻ സെന്റേഴ്സും അവിടെ കാണാൻ സാധിക്കും, റൂറൽ സെന്റേഴ്സും അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഇനി ഈ സുമേറിയൻസ് ഒരു ഹണ്ടിങ് ഗ്യാതറിംഗ് ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് അക്കാഡിയൻസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അക്കാഡിയൻസ് എന്ന് പറയുന്നത് ഈ മെസപ്പൊട്ടാമിയയുടെ നോർത്തേൺ ഭാഗത്ത് രൂപം കൊള്ളുന്ന ഒരു വംശമായിരുന്നു അക്കാഡിയൻസ് എന്ന് പറയുന്നത്. അവർ സുമേറിയൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സംസാരിച്ചിരുന്നത്. ആരാണ്? അക്കാഡിയൻസ്. അക്കാഡിയൻസിന്റെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് സാർഗൺ എന്ന് പറയുന്നത്. അപ്പൊ സുമേറിയൻസ് ഉണ്ട്, അതേസമയം അക്കാഡിയൻസും അവിടെ ഉണ്ട്. ഈ അക്കാഡിയൻസ് എന്ന് പറയുന്നത് നോർത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വരുന്നത്. സുമേറിയൻസ് പറയുന്നത് അധികം സദേൺ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ സദേൺ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. സദേൺ ഭാഗത്തേക്കായിട്ടാണ് നമ്മുടെ സുമേറിയൻസ് വരുന്നത്. അതേസമയം അക്കാഡിയൻസ് അതിന്റെ നോർത്ത് ഭാഗത്തേക്കായിട്ടാണ് വരുന്നത്. ചില ഹിസ്റ്റോറിയൻസിന്റെ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന സിറ്റി കൊണ്ടുവന്നത് സാർഗൺ ആണെന്നാണ്. സാർഗൺ ആരായിരുന്നു? നമ്മൾ പറഞ്ഞു അക്കാഡിയൻസിന്റെ റൂളർ ആയിരുന്നു സാർഗൺ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു സാർഗൺ. അപ്പൊ സാർഗൺ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ സാർഗൺ ഐഡന്റിഫൈ ചെയ്തതാണ്, ഫൗണ്ട് ചെയ്തതാണ് ബാബിലോൺ എന്ന് പറയുന്ന സിറ്റി എന്നുള്ള അഭിപ്രായം ചില ഹിസ്റ്റോറിയൻസ് ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ട്. ദെൻ
അപ്പൊ ഇത്രയാണ് നമുക്ക് ജനറൽ ആയിട്ട് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മെസപ്പൊട്ടാമിയെ കുറിച്ച് പറയാം. ആൻഷ്യന്റ് മെസപ്പൊട്ടാമിയ എങ്ങനെയായിരുന്നു എന്ന് പറയാം. നമ്മൾ സുമേറിയനെ കുറിച്ച് പറയുന്നത്. ആൻഷ്യന്റ് മെസപ്പൊട്ടാമിയ എന്ന് പറഞ്ഞാൽ ഈ പ്രാചീന മെസപ്പൊട്ടാമിയ എന്ന് പറഞ്ഞാൽ അവർ സുമേറിയൻസ് തന്നെയാണ്. സുമേറിയൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന സുമേറിയൻസ് ആണ്. സുമർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതാണ് അവർ സുമേറിയൻസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് 4100 മുതൽക്ക് 1750 BCE കാലഘട്ടത്തിലുള്ളതാണ്. 4100 BCE ടു 1750 BCE കാലഘട്ടത്തിലാണ് ഇവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇവര് ടൈഗ്രിസ് യൂഫ്രട്ടീസ് റിവേഴ്സിന്റെ ലോവർ വാലിയിൽ അല്ലെങ്കിൽ സദേൺ പാർട്ടിലായിട്ട് ജീവിച്ചിരുന്ന ഒരു ഇൻഹെബിറ്റൻസ് ആണ്, ഒരു ഗ്രൂപ്പ് ആയിരുന്നു സുമർ എന്ന് പറഞ്ഞ റീജിയൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് സുമർ എന്നുള്ള വേർഡ്? സുമ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിൽ സുമ എന്നുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് ലാൻഡ് ഓഫ് ദി ബ്ലാക്ക് ഹെഡഡ് പീപ്പിൾ എന്നാണ്. എന്താണ് സുമ എന്ന വാക്കിന്റെ അർത്ഥം? ലാൻഡ് ഓഫ് ദി ബ്ലാക്ക് ഹെഡഡ് പീപ്പിൾ എന്നാണ്. ഇനി ഇവരെന്ന് പറഞ്ഞ സുമേറിയൻസ് സൗത്തിൽ നിൽക്കുമ്പോൾ നോർത്തിൽ അക്കാഡിയൻസും ഉണ്ട്. ഇനി സുമേറിയൻസിനെ കുറിച്ച് പറയുമ്പോൾ സുമേറിയൻസിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഉബൈദ് പീരീഡ് എന്നും ഉറൂഖ് പീരീഡ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നത്. എന്താണ് ഉബൈദ് പീരീഡും ഉറൂഖ് പീരീഡും? സുമേറിയൻ അല്ലെങ്കിൽ ആൻഷ്യൻ മെസപ്പൊട്ടാമിയ ആയിട്ടുള്ള സുമേറിയൻസിന്റെ കാലഘട്ടത്തിനെ ഉബൈദ് എന്നും ഉറൂഖ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ ആദ്യത്തെ പീരീഡ് ആയിട്ടുള്ള ഉബൈദ് പീരീഡിനെ കുറിച്ച് നോക്കാം. ആൻഷ്യൻ മെസപ്പൊട്ടാമിയയിലെ ഉബൈദ് പീരീഡ് എന്ന് പറഞ്ഞാൽ 5500 മുതൽക്ക് 4000 BCE വരെയുള്ള കാലഘട്ടമാണ് ഉബൈദ് പീരീഡ് എന്ന് പറയുന്നത്. 5500 ടു 4000 BCE വരെയുള്ള കാലഘട്ടം. ഈ ഒരു ഉബൈദ് എന്ന് പറയുന്ന സെന്റർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ശരിക്കും 6200 BCEയിലൊക്കെയാണ്. പക്ഷെ അത് അതിന്റെ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് എത്തുന്നത് ഈ 5500 BCE മുതൽക്കാണ്. ഇവിടെയുള്ളത് ഈ സെന്റർ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള മിനറൽസ് ഒക്കെ, ഒരുപാട് റോ മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെ കിട്ടുന്ന, ഫാമിങ്ങിനായിക്കോട്ടെ മറ്റ് ആക്ടിവിറ്റീസിനായിക്കോട്ടെ അതിന് പറ്റുന്ന ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത്. ദെൻ അവിടെ ഫാമിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, കാറ്റിൽ കന്നുകാലികളെ മേയ്ക്കുന്ന വിഭാഗമുണ്ട്. ദെൻ ക്രാഫ്റ്റ് വർക്ക്സുകളൊക്കെ ഉണ്ടല്ലോ, മറ്റു കൈത്തൊഴിലുകളൊക്കെ, ട്രേഡ് ആക്ടിവിറ്റീസ്, വാണിജ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും എവിടെ നടക്കുന്നുണ്ട്? ഉബൈദ് കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുമറിൽ ഉബൈദ് കാലഘട്ടത്തിൽ. ദെൻ ഈ സമയത്ത് ഉബൈദ് പീരീഡിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? എറുദു, ഊറ്, അക്ഷക്ക്, അദാബ്, ലർസ, ഉമ്മ, എറഷ്, സിപ്പാർ, ലഗാഷ്, നിപ്പൂർ, ഷ്രുപക്, കിഷ് തുടങ്ങിയ ഒരുപാട് സെന്റേഴ്സ്, സിറ്റി സ്റ്റേറ്റ്സ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഇറുദു, ഊറ്, സിപ്പർ, നിപ്പൂർ ഇതൊക്കെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇനി ഇവിടെ തന്നെ പോട്ടറി ഒരു പ്രധാനപ്പെട്ട കൈത്തൊഴിലായിട്ട് കണ്ടെത്തുന്നത്. വിവിധങ്ങളായിട്ടുള്ള പോട്ടറീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഇതിൽ നമ്മൾ ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് പറഞ്ഞു അല്ലെ. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട 2 സിറ്റി സ്റ്റേറ്റ്സ് ആണ് ഇറുദും ഉറൂഖും. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ ഉബൈദ് കൾച്ചർ സുമേറിയയുടെ നോർത്തേൺ പാർട്ടിലേക്കും അല്ലെങ്കിൽ മെസപ്പൊട്ടാമിയയുടെ നോർത്തേൺ പാർട്സിലേക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിംഗ് കൾച്ചർ ആയിട്ടുള്ള ഹലാഫ് കൾച്ചറിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉബൈദ് കൾച്ചർ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഉബൈദ് കൾച്ചർ, ഹലാഫ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഫാമിംഗ് കൾച്ചറിനെ റിമൂവ് ചെയ്തിട്ട് ഉബൈദ് കൾച്ചർ വരികയാണ് ചെയ്യുന്നത്. ഉബൈദ് പോട്ടറി പറഞ്ഞു നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്ന ഒന്നാണ് ഉബൈദ് പോട്ടറി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവര് ക്ലേ ഫിഗറൻസ്, മണ്ണിൽ കുഴച്ചെടുത്ത മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ശില്പങ്ങൾക്ക്, ഫിഗറൈൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്നേക്സിന്റെ, ബേർഡ്സ്, ആനിമൽസ് തുടങ്ങിയ വിവിധങ്ങളായിട്ട് ജന്തുക്കളുടെ, ആനിമൽസിന്റെ, ബേർഡ്സിന്റെ ഒക്കെയും ഫിഗറൈൻസ്, ഈവൻ മനുഷ്യന്മാരുടെ ഫിഗറൈൻസും ഇവരുണ്ടാക്കിയതായിട്ട് കണ്ടെത്തുന്നുണ്ട് ഈ ഉബൈദ് കൾച്ചറിൽ. അപ്പൊ ഉബൈദ് കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പറഞ്ഞു 2 ഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉബൈദ് പീരീഡും ഉണ്ട്, ഉറൂഖ് പീരീഡും ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഉറൂഖ് പീരീഡ്, രണ്ടാമത്തായിട്ട് ഉറൂഖ് പീരീഡിനെ കുറിച്ച് പറയാം. 4000 BCE മുതൽക്ക് 3000 BCE വരെയുള്ള ഒരു കാലഘട്ടത്തിന് നമുക്ക് ഉറൂഖ് പീരീഡ് എന്ന് പറയാം. ഉറൂഖ് പീരീഡ് 4000 BCE ടു 3000 BCE. ഇനി
ഈ മെസപ്പൊട്ടാമിയൻ സുമേറിയൻ പീരീഡിലെ ഏറ്റവും ബ്ലൂമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഉറൂക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു നല്ലൊരു കാലഘട്ടം, ബ്ലൂമിംഗ് പീരീഡ് എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടമാണ് ഉറൂക്ക് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഉറൂക്ക് പീരീഡിലാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ഉബൈദ് പീരീഡ് പറഞ്ഞപ്പോൾ ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതേസമയം ഉറൂക്ക് പീരീഡ് ആകുമ്പോൾ സിറ്റി സ്റ്റേറ്റ്സിന് ഉപരി ഒരു മെട്രോപൊളിറ്റൻ സിറ്റീസ്, കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ഉറൂക്ക്, ടെൽബ്രാക്ക്, ഹെമൌക്കർ തുടങ്ങിയവയൊക്കെ അന്ന് ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ്. അങ്ങനെ സിറ്റീസ്, ടൗൺസ് ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു ജീവിതമാണ് ഉറൂക്ക് പീരീഡിൽ ഉണ്ടായിരുന്നത്. ഒരു 3500 BC ഒക്കെ ആയപ്പോഴേക്കും കൂടുതൽ ഇത്തരം ഒരു സെറ്റിൽമെന്റ്സ്, ട്രേഡിന് വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സിറ്റീസ്, ടൗൺസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ തന്നെ സുമേറിയൻ സിവിലൈസേഷൻ എന്ന് അധിക പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെയൊക്കെ ഒരു കാരണം തന്നെ ഈ ഉറൂക്ക് പീരീഡിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ്. ഇനി പിന്നീടാണ് മെസപ്പൊട്ടാമിയനെ ബാബിലോണിയൻസ്, ഷാൽഡിയൻസ്, സീറിയൻസ് തുടങ്ങിയവരൊക്കെ സാക്ക് ചെയ്യുന്നതും അവരുടെ ഒരു കാലഘട്ടം വരുന്നതൊക്കെ. അപ്പൊ ഉറൂക്ക് ആൻഡ് ഉബൈദ് പീരീഡ് ആണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം സെൻട്രൽ ഏഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഉറൂക്ക് പീരീഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് കാലഘട്ടം പറഞ്ഞു, ഉബൈദ് പീരീഡും പറഞ്ഞു, ഉറൂക്ക് പീരീഡും പറഞ്ഞു ഏൻഷ്യൻ മെസപ്പൊട്ടാമിയയിലെ. ഇതാണ് ഇതിന്റെ ഒരു പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു നല്ലൊരു ഘട്ടം തുടങ്ങുന്നത് 3500 BC സുമേറിയൻ സിവിലൈസേഷന്റെ തുടക്കത്തോടു കൂടിയാണ്. ഒരു സെൻട്രൽ ഏഷ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ മേഖലകളിലാണ് ഇവരുടെ ഒരു സെന്റർ, അവരുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത്, സിവിലൈസേഷൻ ഒരു പ്രദേശം എന്ന് പറയുന്നത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഈവൻ സിറിയ, പലസ്തീൻ അങ്ങോട്ടേക്ക് വരെ പിന്നീടുള്ള കാലഘട്ടത്തേക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഈ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എന്തൊക്കെയുണ്ട്? ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടായിരുന്നു, ലാംഗ്വേജ് ഉണ്ട്, നമ്മൾ പറഞ്ഞു യൂണിഫോം ലിപിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, ലാംഗ്വേജ്, റൈറ്റിംഗ്, ഇവരുടേതായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൊമേഴ്ഷ്യൽ, ട്രേഡ് പർപ്പസുകൾ, ഇതൊക്കെയും ഈ ഒരു സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിലെ ഇയേഴ്സ്, സെന്റേഴ്സും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പീരീഡ് തെറ്റിപ്പോകരുത്, പീരീഡും ഇമ്പോർട്ടന്റ് ആയിട്ട്